സക്സസ് ഫയലിലേക്ക് സ്വാഗതം. വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് കേരള PSC ഇന്ന് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറയുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഊർവശി ഭട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇന്ത്യ വിഭജനം. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാം? ഓപ്ഷൻ ബി 1, 2, 3, 4. ജോർജ് യൂൾ, ആനന്ദ മോഹൻ ബോസ്, മഹാത്മാഗാന്ധി, നെൽസൺ ഗുപ്ത. 1847 ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രം അല്ലെങ്കിൽ പത്രങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 4. പശ്ചിമോദയം, രാജ്യ സമാചാരം. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി? M.R. രാഘവ വാര്യർ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ശരിയായ ജോഡികൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 3. ബിൽഹ്ന വിക്രമാംഗ ദേവചരിതം, അതുല മൂഷകവംശ മഹാകാവ്യം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1, 2 എന്നിവ മാത്രം. ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിവ. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചരിവിനെ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. ഓപ്ഷൻ എ മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇവിടെ തന്നിരിക്കുന്നു, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് മുംബൈ. ഒരു നദീജന്യ തുറമുഖത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണമാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കാട്ട്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി സംബന്ധമായ പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. ഹിമാലയത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് സിവാലിക്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെയും ശരിയായി യോജിപ്പിക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. ഖാരിഫ് നെല്ല്, ചോളം. റാബി ഗോതമ്പ്, ബാർലി. സെയ്ദ് തണ്ണിമത്തൻ, പച്ചക്കറികൾ. അടുത്ത ചോദ്യം, ISROയുടെ ആദ്യത്തെ L1 ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം? തന്നിരിക്കുന്നു, ഇത് സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ദൗത്യമാണ്. 2023 സെപ്റ്റംബർ 2 PSLV C-57 ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. സൂര്യന്റെ അടുത്തുള്ള L4 ലാഗ്രാഞ്ച് പോയിന്റിലാണ് ഈ ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, 3 മാത്രമാണ്, 3. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധം ഇല്ലാത്തത് ആര്? ബന്ധം ഇല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ ഗ്രീൻ ഡാൾട്ടൺ ആണ്. ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ധനകാര്യ മന്ത്രാലയമാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്?
ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹി. അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃതകാലം കേന്ദ്ര ബജറ്റ് 2023-24. അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുത കാർ നിർമ്മാണം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയല്ലാത്തത് ഏത്? ശരി അല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നു. 1927 മോത്തിലാൽ നെഹ്റു മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്കായി ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും ആശയങ്ങൾ കടമെടുക്കുകയും അത് അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി 26 ജനുവരി 1950 ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബറിൽ നടന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം 2ഉം 3ഉമാണ് ശരിയല്ലാത്തത്. 2, 3. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന്റെ ഇന്ത്യക്കാരിയല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുവാനുള്ള രീതിയുടെ പേര്? ഓപ്ഷൻ സി രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 20 ഉൾപ്പെടാത്ത വസ്തുത? അനുച്ഛേദം 20 ഓപ്ഷൻ ബി ആണ്. ബി 20 ഉൾപ്പെടാത്ത വസ്തുത. താഴെ പറയുന്നവയിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. ലോകസഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി തീർത്തു. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. 42ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി 1 മാത്രം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്ന് മാതൃകയാക്കി സ്വീകരിച്ചതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 10 മൗലിക കടമകളാണുള്ളത്. മൗലിക കടമകളിൽ തുല്യമായ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ വേതനം ഉറപ്പു നൽകുന്നു. മൗലിക കടമകൾ അനുച്ഛേദം 51A ഉൾപ്പെടുത്തിയിരിക്കുന്നു. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3 മാത്രം. താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ 7 ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണ്? താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള വസ്തുതകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, 4 മാത്രം. 1984 തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു. പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകളാണ്. 2023 19 കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നത് ജൻ വിശ്വാസ് ബിൽ. ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വിവരങ്ങൾ ഏത്? ഓപ്ഷൻ ബി ആണ്. 1 മാത്രം. പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് പ്രധാനമന്ത്രിയാണ്. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ഇവ എല്ലാം. മിത്ര 181 എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഒരുക്കുന്നു. യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു.
വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 4 എന്നിവ ബന്ധം ഇല്ലാത്ത പ്രസ്താവന. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് തണ്ണീർത്തട അതോറിറ്റിയുടെ അധ്യക്ഷൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. തണ്ണീർത്തടം എന്നതിൽ മനുഷ്യനിർമ്മിത ജലസേചന പദ്ധതികൾ ഉൾപ്പെടുന്നു. കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തട പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മാപ്പ് തയ്യാറാക്കുന്നത് തണ്ണീർത്തട അതോറിറ്റിയാണ്. തണ്ണീർത്തടം എന്നതിൽ മനുഷ്യനിർമ്മിത കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്നു. ബന്ധമില്ലാത്ത പ്രസ്താവന 2, 4 എന്നിവ. ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിവസങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതി ഏത്? കേരള ട്രൈബൽ പ്ലസ്. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ഓപ്ഷൻ ബി ആണ്, കൂട്ട്. അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആന്റിബോഡി ഏതാണ്? ഓപ്ഷൻ ബി IgM. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്, ജൈവ വൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സന്ധികളിലെ കാർട്ടിലേജ് നശിക്കൽ. ഒനോതെറ ലമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യൂട്ടേഷൻ സിദ്ധാന്തം. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആയുഷ്മാൻ PMJ. അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണ രൂപം ഏതാണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. താഴെ പറയുന്നവയിൽ മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്തത്? ഓപ്ഷൻ ബി. അൾട്രാവയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് കിരണങ്ങളെക്കാൾ കൂടുതൽ ഊർജമുണ്ട്. എക്സ്റേക്ക് ഗാമ വികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കൂടുതൽ ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ യോജിച്ചത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം ശരി. ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജം 20 kWh ആണെങ്കിൽ ആകെ ഊർജത്തിന്റെ അളവ് ജൂളിൽ എത്ര? ഓപ്ഷൻ എ ആണ് 72 × 10⁻⁷ ജൂൾ. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? ഓപ്ഷൻ ബി നിഹോൺ ഹിൻഡാൻക്യോ. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ മോളുകളുടെ എണ്ണം? മൊളാരിറ്റി. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ബോയിൽ നിയമം. പാലിനാണോ തൈരിനാണോ pH മൂല്യം കൂടുതൽ? പാലിനാണ് pH മൂല്യം കൂടുതലുള്ളത്. ഗ്രാഫിൻ എന്താണ്? കാർബണിന്റെ ഒരു അലോട്രോപ്പ്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് എപ്പോൾ എവിടെയാണ് നടന്നത്? 1975 ഇംഗ്ലണ്ട്. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ്. മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ്. ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തിയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു. മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? ഓപ്ഷൻ സി പഴശ്ശി കലാപം. താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് 1, 2 മാത്രം. 2025 ONV പുരസ്കാരം കവി N പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. 2025 ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് ആണ്.
കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ എ ആണ് വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്ത്. മാത്സ് ക്വസ്റ്റ്യൻസിന് ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 51ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 52ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 53 ഓപ്ഷൻ എ. 54ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി. 55 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 56ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 57 ഉത്തരം ഓപ്ഷൻ സി ആണ്. 58ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 59ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 60ാമത്തെ ചോദ്യം 60 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ശനിയാഴ്ച. 61 ക്ലാസ് സി ഫയറുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1 മാത്രം. ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. ജ്വലനത്തിന് അടിസ്ഥാനമായ ഘടകങ്ങളെ ആസ്പദമാക്കി അഗ്നിശമനം നടത്തുന്നതിനായുള്ള വിവിധ മാർഗങ്ങളിൽ ശരിയായത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ്. കൂളിംഗ്, സ്മോത്തറിംഗ്, സ്റ്റാർവേഷൻ. തീയുടെ വ്യാപനത്തിന് ആവശ്യമായ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഇതൊന്നുമല്ല. ഒരു വസ്തു ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ ഡാഷ് എന്ന് പറയുന്നു. ജ്വലനോഷ്മാവ്. യൂണിറ്റ് മാസുള്ള ഒരു വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപമാണ് ദ്രവീകരണ ലീനതാപം. ഉത്പാദനം എന്ന പ്രക്രിയ താഴെ പറയുന്ന ഏത് ഖരപദാർത്ഥത്തിലാണ് സംഭവിക്കാത്തത്? ഓപ്ഷൻ ഡി ആണ് സോഡിയം ക്ലോറൈഡ്. ചുവടെ ചേർക്കുന്നവയിൽ ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ഏത്? ടങ്സ്റ്റൺ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് നൽകിയിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് UN നമ്പർ 1075. അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇതൊന്നുമല്ല. ദുരന്ത അപകട സാഹചര്യങ്ങളിൽ വ്യക്തികളുടെ പരിക്കിന്റെ തീവ്രതയെയും നൽകേണ്ട ചികിത്സയെയും അടിസ്ഥാനമാക്കി അപകടത്തിൽപ്പെട്ടവരെ തരംതിരിക്കുന്നതിന് ഡാഷ് എന്ന് ട്രയേജ്. CPRന്റെ പൂർണ്ണരൂപം ചുവടെ ചേർക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. ശരീരത്തിലെ അസ്ഥി പൊട്ടി അതിൻ്റെ ഭാഗങ്ങൾ ശരീരകലകളെയും ത്വക്കിനെയും തുളച്ച് മുറിവുണ്ടാക്കി പുറത്തു വരുന്ന തരത്തിലുള്ള അസ്ഥിഭംഗത്തെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി കോമ്പൗണ്ട് ഫ്രാക്ചർ. പൊള്ളലേറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രാഥമിക ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് 3 മാത്രം. പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതൊന്നുമല്ല. ഒരു വ്യക്തിയുടെ ശ്വസനനാളത്തിൽ പുറമേ നിന്നുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായു സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയെ ഡാഷ് എന്ന് പറയുന്നു. ചോക്കിംഗ്. IRCSന്റെ പൂർണ്ണ രൂപം ചുവടെ ചേർക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനായി ചുവടെ ചേർക്കുന്ന ഏതെല്ലാം ധമനികൾ പ്രത്യേക മർദ്ദബിന്ദു ആയി കണക്കാക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവ എല്ലാം. പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരം എത്ര അസ്ഥികൾ ചേർന്നതാണ്? 206. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66
66 വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ ഓപ്ഷൻ സി ആണ്. 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഹി അപ്പോളജൈസ്ഡ് ഫോർ അറൈവിംഗ് ലേറ്റ്. The word late in the above sentence is adverb. 20% of the students dash completed the assignment on time. How? Option D, how. We need a dash sugar to bake the cake. No article. By the time the guests arrive, we dash the hall. Will have decorated. He has been living in Delhi dash 2015 since. Which of the following is the correct plural of appendix when referring to text? Appendices. Option A. Identify the correctly spelled compound word. Option C, snowfall. The word closest in meaning to abridge is condense. What does suo moto mean? On its own motion. The idiom jump on the bandwagon means to join others in doing something popular. മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ജനം എന്നെഴുതി ജനം എന്ന് ചുരുക്കുന്നു. എന്തുകൊണ്ട്? ഔദാസീന്യ ന്യായം. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തീവണ്ടി മറിഞ്ഞു. ഈ വാക്യത്തിലെ വിഭക്തി ഏത്? സമാസ വിഭക്തി. സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യം പ്രാഗൽഭ്യവുമുള്ളവർ ഒറ്റപ്പദം ഏത്? പ്രത്യുൽപ്പന്നമതി. ബാഹ്യമായി കരുത്തുറ്റതെന്ന് പ്രതിനിധി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയുമാണെന്ന് സൂചിപ്പിക്കുന്ന ശൈലി ഏത്? കടലാസ് പുലി. അവളുടെ പേന കളഞ്ഞുപോയി. ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത എന്ത്? അനുപ്രയോഗം. സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം സഖി. ഐഹികം എന്ന പദത്തിന്റെ വിപരീത പദമേത്? പാരത്രികം. ശരിയായ പദമേത്? അഭ്യസ്തവിദ്യൻ. ശൗരി ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ. സമാസം ഏത്? ബഹുവ്രീഹി. അവസാനത്തെ ചോദ്യം, അക്രതു എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ബുദ്ധിയില്ലാത്ത. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.